ഹായ്, ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഈ ചാനലിൽ കുറച്ച് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഗെയിമിങ്ങിൽ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പം ഞാൻ ഗെയിം കളിക്കാൻ ആദ്യം യൂസ് ചെയ്യുന്നത് പബ്ജി ഗെയിമിംഗ് ആണ്. ഞാനിതിൽ ഈ ഫോണ് വാങ്ങിച്ചതിന് ശേഷം ക്യാൻഡി ക്രഷും പബ്ജി ഗെയിമും ഇൻസ്റ്റാൾ ചെയ്തു. അപ്പം വീഡിയോ ഇടാൻ വേണ്ടി പബ്ജിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ പബ്ജിയിൽ വലിയ എക്സ്പേർട്ടൊന്നുമല്ല. ഈ ഒരു ലെവലിൽ ഇപ്പോൾ 16ാമത്തെ ലെവലിലാണ് നിൽക്കുന്നത്. ഞാനിങ്ങനെ പഠിച്ച് വരുന്നേ ഉള്ളൂ. എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടാണ് ഈ ഒരു ഡിസ്പ്ലേ കാണുന്ന ഒരു രൂപത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കിയത്. അപ്പം ഞാൻ ഇപ്പോൾ കുറച്ച് ഗെയിംസ് കളിച്ചു. ഇതിൽ ഒരു ലെവൽസ് കളിച്ചതെന്ന് വെച്ചാൽ ടീം ഡെത്ത് മാച്ചും കളിച്ചു, അറീന ട്രെയിനിങ് കളിച്ചു, ഗൺ ഗെയിം, അങ്ങനെ കുറച്ച് ഗെയിംസ്, അതായത് ലെവൽസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ ഇനി കിടപ്പുണ്ട്. അപ്പോൾ ഞാനിത് പഠിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു ഗെയിമിങ്ങിൻ്റെ വീഡിയോ ഇടുന്നത്. അപ്പോൾ പബ്ജിയിൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഞാനിതിൽ എടുക്കാൻ പോകുന്നത് അറീന ട്രെയിനിങ് ആണ്. എന്തായാലും തീരുമെന്നറിയില്ല. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് എത്രത്തോളം വിജയിക്കും, എത്ര പേരെന്നെ കൊല്ലും എന്നുള്ള കാര്യമൊന്നും അറിയില്ല. എന്തായാലും ഫസ്റ്റ് തുടങ്ങുകയാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ 4 പേര് ചേർന്നിട്ടുള്ള ടീമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ലെവൽസുള്ള ആൾക്കാരാണ് ഇപ്പോൾ മാച്ചിന് വന്നിരിക്കുന്നത്. സാധാരണ ഞാൻ കളിക്കുമ്പോൾ കൂടുതലും എന്നെ കൊന്നിട്ട് പോരാണ് പതിവ്. ഞാൻ എത്ര പേരെ കൊല്ലും എന്നുള്ള കാര്യം അറിയാം. ഞാനിതിൽ സാധാരണ വന്നിട്ട് ഈ വെക്ടർ എന്നുള്ള ആ ഒരു ഗണ്ണാണ് കൂടുതൽ എടുക്കുന്നത്. അത് മാത്രമാണ് പഠിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള ഗൺസിനെ പറ്റിയൊന്നും വലിയ ധാരണയില്ല. അപ്പം ഫസ്റ്റ് കൂടുതലിപ്പോൾ വെക്ടർ എന്നുള്ള ആ ഒരു ഗണ്ണാണ് എടുത്തിട്ട് പോകുന്നത്. കൂടുതൽ എനിക്ക് ആൾക്കാരെ കൊല്ലാൻ പറ്റുന്നൊരു ഗണ്ണ് അതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കിയത്. ഈ കൺട്രോൾസൊക്കെ ഇപ്പോഴാണ് കുറച്ചുകൂടെ ഒന്ന് സ്മൂത്തായി വരുന്നത്. ഫസ്റ്റ് ഞാൻ തന്നെ ഒരുത്തിനെ കൊന്ന് തുടങ്ങിയിട്ടുണ്ട്. വലിയ പ്രോ പ്ലെയർ ഒന്നും അല്ല കേട്ടോ. ഞാൻ സ്റ്റാർട്ടിങ് ആണ്, ആദ്യമായിട്ടാണ് ഈ ഒരു പബ്ജി ഗെയിം ഡൗൺലോഡ് ചെയ്തിട്ട് കളിക്കുന്നത്. എൻ്റെ മണ്ടേക്കറി കുഞ്ഞിക്കാണ്. എന്നെ വന്ന് കൊന്നിട്ട്. അപ്പോൾ ഇതിൽ ഗോൾസ് 40 40 പേരെ കില്ല് ചെയ്യണം. അതാണ് ഇതിൻ്റെ ഗെയിം. ഫസ്റ്റ് 40 പേരെ കൊല്ലുന്ന ആ ടീംസാണ് ജയിക്കുന്നത്. ഇപ്പം കൂടുതലും കളിച്ച് വന്നതിൽ എന്നെയാണ് ഏറ്റവും കൂടുതൽ കൊന്നിട്ടുള്ളത്. ഒരു 40 പേരിലും 30 പ്രാവശ്യം എന്നെ തന്നെ കൊല്ലും. അങ്ങനെയാണ് എതിർ ടീം ജയിക്കുന്നത്. തീർന്നു. സാധാരണ ഈ സൈഡിൽ കൂടെയാണ് ഞാൻ പോയി നിൽക്കുന്നത്. അപ്പം ഫസ്റ്റ് ഇറങ്ങി അവന്മാർ വരുമ്പോൾ തന്നെ കൊല്ലാൻ പറ്റും. എനിക്ക് അവന്മാർ കയ്യിലൊക്കെ ബോംസൊക്കെ ഉണ്ട്, പക്ഷെ ബോംസൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല കേട്ടോ. ആകെ ഗണ്ണ് വെച്ചിട്ട് ഞാൻ കുറച്ച് പേരെ കില്ലിയൊന്നുമില്ലാതെ ബോംസൊക്കെ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. പിന്നെ കൺട്രോൾ ചെയ്യുന്ന ഇപ്പോൾ തന്നെ ഒരു വിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓഫ് ഷിറ്റ്. എന്നിട്ട് ഇവിടേക്ക് ഇങ്ങനെ ഒരു സൈഡിലോട്ട് മാറാൻ, ലെഫ്റ്റ് റൈറ്റ് മാറാനുള്ള കൺട്രോൾസ് ഉണ്ട്. പക്ഷേ എനിക്ക് അങ്ങോട്ട് അത്രയ്ക്ക് സ്മൂത്തായിട്ട് വന്നിട്ടില്ല. ഒരു വിധമൊക്കെ കളിച്ച് റെഡിയായി വരുന്നേ ഉള്ളൂ. കൺട്രോൾസ് ലെഫ്റ്റ് റൈറ്റ് അങ്ങോട്ട് മൂവ്മെൻറ്റ്സ് ഒക്കെ റെഡി ആയിട്ടൊന്നും ഇതിൻ്റെ മണ്ടയിൽ ഇടാനും കേട്ടോ. എന്താ കാര്യം നോക്കാം. അതെടുത്തിട്ട് ഉപയോഗമില്ലെന്നുള്ള കാര്യം മനസ്സിലായി. 13-9 നമ്മുടെ ലീഡിങ് ഒക്കെയാണ്. ഇത് നോക്കി അറിയാം. ഇതിൻ്റെ ബ്ലഡായിട്ട് പച്ച കളറിലാണ് ഒരു തൂവൽ പറക്കും പോലെയാണ് നമ്മുടെ ബ്ലഡ്. സാധാരണ റെഡ് കളറിൽ വരാനുള്ള ഇതിൽ ബ്ലൂ അല്ല ഗ്രീൻ കളറിലാണ് നമ്മുടെ തൂവലൊക്കെ പറക്കുന്ന ഒരു ഞാൻ പറയില്ല, ഏറ്റവും കൂടുതൽ എന്നെയാണ് കൊന്നതെന്നാണ് തോന്നുന്നത്. കയ്യിൽ വെക്കുന്നതിൻ്റെ മൂവ്മെൻറ്റ്സിൻ്റെയൊക്കെ ഒരു രീതിയൊക്കെ ഒന്ന് പഠിച്ച് സെറ്റായി വരുന്നേ ഉള്ളൂ. അവന്മാർ 16, നമ്മൾ 16. എനിക്ക് തോന്നുന്നു 10 പ്രാവശ്യം എന്നെ തന്നെ കൊന്നേന്ന് തോന്നുന്നു. എന്നാലും വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ, ഫസ്റ്റ് ഗെയിമല്ലേ. ഫസ്റ്റ് ഗെയിം ആയതുകൊണ്ട് ഇതിൻ്റെ ഓഫ്
വെറുതെ സമയം കളഞ്ഞ് ചത്തതാണ്. അയ്യോ അവര് 19, നമ്മൾ 16 ലെവലായി. ഇങ്ങനെ ഓടി സൈഡിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ബുള്ളറ്റ് തീർന്നല്ലേ. ഒറ്റ മേടിക്കാനെ ചത്ത്. പക്ഷെ സംഭവം കൊള്ളാം കേട്ടോ, നല്ല നൈസ് സാധനമാണ്. അതിനൊക്കെ ചാവുന്നുണ്ടോ? പക്ഷെ എന്തായാലും ഞാൻ ചത്തു. എത്രണ്ണത്തിന് ഞാൻ കൊന്നെന്നുള്ള കാര്യം അറിയില്ലല്ലോ. അവിടെ നിന്നാണ് വെടി വരുന്നതെന്നില്ല, അറിയില്ല കേട്ടോ. നമുക്ക് എടുത്ത് നോക്കാം. കൊള്ളാം. മൂട്ടിൽ തന്നെ കൊടുക്കാം. കം ബാക്ക്. സാധാരണ കം ബാക്ക് എന്ന് പറയുമ്പോൾ ബാക്കിൽ നിന്നാണ് എന്നെ വന്ന് വെടിവെക്കാറ്. ഞാൻ പറഞ്ഞു ഇനി കം ബാക്ക് എന്നുള്ള ഒരു സാധനം എഴുതി കാണിക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് വെടിവെക്കും. നവംബർ ജയിക്കാറാണ് കേട്ടോ. നമ്മൾ 20 ആയിരുന്നു. നവംബർ 8 കില്ലും കൂടെ ആയിരിക്കും നവംബർ ജയിക്കും. നമുക്ക് ഇനി കിടക്കുന്നു 20. ചാൻസ് ഇല്ല. ടെർമിനേറ്റർ. അയ്യോ ഷിറ്റ്. തേഞ്ഞു. ഒരു കില്ലും കൂടെ ചെയ്യാൻ നമ്മൾ ടാർഗറ്റ് ലോട്ട്. ഓഫ്, താങ്ക് യു. അവന്മാർ ജയിക്കാൻ അവസാനം ആ ഒരു കില്ല് എന്നിലൂടെ തന്നെ സാധിച്ചു. ഫസ്റ്റ് വീഡിയോ തന്നെ ഡിഫീറ്റാണ് പറ്റിയിരിക്കുന്നത്. നമ്മൾ 24, അവന്മാർ 40. ഈ നമ്മുടെ ടീമിൽ 9 കില്ലാണ് ഏറ്റവും ഹയസ്റ്റ് ചെയ്യുന്നത്. ഞാൻ 8, രണ്ടാമതിലെത്താൻ പറ്റി. ഇതിൽ MVP എന്ന് കാണിച്ചിരിക്കുന്ന സംഭവം എന്താണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊല്ലുന്നവർക്ക് MVP ആണ് കിട്ടുന്നതെന്ന് തോന്നുന്നു. പക്ഷേ MVP ഫുൾ ഫോം എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇത്രയും നാൾ ഒരു ട്രെയിനിങ്, അതായത് പഠിച്ച് വരുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് MVP എന്നുള്ളൊരു ലേബൽ എനിക്കത് കിട്ടിയിട്ടില്ല. 1-2 കളിയിൽ മാത്രം ജയിക്കാൻ പറ്റി. അത് നല്ല ടീംസ് കൂടെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് കളിയിൽ തോൽവിയോടെയാണ് തുടങ്ങുന്നത്. ഇത് ബാക്കിയുള്ള കളി എന്താണെന്ന് നോക്കാം. അപ്പം താങ്ക് യു.